അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് പേർ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ മദീനയിൽ നിന്നും മഹാനായ ഇബ്രാഹിമുൽ ബാത്തുഷ ഏർവാടി റളിയല്ലാഹു അൻഹു കൂടെ തമിഴ്നാട്ടിൽ എത്തിച്ചേർന്ന ശുഹദാക്കൾ. ഇന്ത്യയുടെ മക്ക എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ നഗരമാണ് ഏർവാടി. മുഅ്മിനീങ്ങളുടെ മനസ്സിനെ വല്ലാതെ ത്രസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടെ. എല്ലാ കേസുകൾക്കും ഉടനടി പരിഹാരം കിട്ടുന്ന ഒരു കേന്ദ്രം. അതൊരു കോടതി തന്നെയാണ്. അവരുടെ സന്നിധിയിൽ വെച്ച് ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നു. അതിനൊരുപാട് അനുഭവ സാക്ഷികളുണ്ടവിടെ. മഹാനായ ഇബ്രാഹിമുൽ ബാത്തുഷ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ വന്നവരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, നേഴ്സുമാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ പ്രസക്തനായ ഡോക്ടറാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ഏറ്റവും പ്രധാനമായ ഡോക്ടറായിരുന്നു അദ്ദേഹം. അവിടെ ഇപ്പോഴും ഒരുപാട് ആത്മീയ ചികിത്സകൾ നടക്കുന്നുണ്ട്. മഹാനവറുകൾ സ്വപ്നത്തിലൂടെ വന്ന് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നു. ഒരു ദർഗയാണ് അവിടെ ദർഗ ഷരീഫിൽ നിന്നും 1 കിലോമീറ്റർ പോയാൽ കാട്ടുവള്ളി എന്നൊരു സ്ഥലത്തെത്തും. അവിടെയാണ് പ്രസക്തനായ ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്നത്. നിരവധി മഹാന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഷുഗർ, പ്രഷർ, ക്യാൻസർ, ഒരുപാട് രോഗങ്ങൾ അവിടെ പോയവർക്ക് മാറിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. ശാരീരികമായ മാനസികമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഗർഭപാത്രത്തിൽ മുഴയുള്ളവർ, ഇങ്ങനെയുള്ള ഒരുപാട് രോഗമെല്ലാം എല്ലാ ദിവസവും അവിടെ ആളുകൾ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുക. നമ്മളൊക്കെ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക. ശേഷം അവിടത്തേക്ക് ഹദിയ ചെയ്യുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പിന്നീട് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഒരു 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്ത് മന്ത്രിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഊതുക. എന്നിട്ട് ആ വെള്ളത്തെ കുടിക്കുക. ശരീരത്തിലെ ഏത് മുഴകളും, പ്രഷർ, ഷുഗർ, ക്യാൻസർ എല്ലാം ഇല്ലാതായി പോവുകയും ചെയ്യും. പെട്ടെന്ന് ശിഫ കിട്ടുന്നതായി നമുക്ക് കാണാം. ഇതിനെല്ലാം കൂടെ ഒരു 11 രൂപ ഡോക്ടർ അബ്ദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഹദിയ ചെയ്ത് വെക്കുക. ഏർവാടിയിൽ പോകുന്ന ആ സമയത്ത് അവിടെ അതിനെ എത്തിക്കുക. അവിടെ പോയാൽ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് വരികയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.